നമ്മളെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിക്കുന്നൊരു വിഷയം. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നിക്കുന്നൊരു വിഷയം, അതിനെക്കുറിച്ചാണ്. കേരള സ്റ്റോറി 2 കുറച്ച് ദിവസം മുൻപാണ് അതിന്റെ പുതിയ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. കേരളം പലതരത്തിൽ അതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ട്രോളുകളായി മറുപടി കൊടുക്കുന്നുണ്ട്, പോസ്റ്റുകളായി മറുപടി കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നു. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എന്തായാലും ഒരുമിപ്പിക്കാൻ ഈ കേരള സ്റ്റോറിയുടെ ട്രെയിലറിന് കഴിഞ്ഞു. പക്ഷെ എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം, ഇതിപ്പം ട്രോളുകളായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം മറുപടി കൊടുത്താൽ മതിയോ എന്നുള്ളത്. ആരാണ് ഇതാണ് കേരള എന്നിവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഇപ്പം നോർത്ത് ഇന്ത്യയിലെ ഈ ജാതി, ബീഫ്, ഭക്ഷണം ഇതൊക്കെ വിറ്റ് പോകുമായിരിക്കും. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പം നമുക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ കൊണ്ടോ പ്രതിപക്ഷ നേതാവ് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്നതിനെതിരെ എതിർക്കുമെന്ന് പറയുന്നതിന് കൂടെ അവിടെ നിർത്തിയാൽ പോരാ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് ഒന്നാം തവണയല്ല. അപ്പോൾ BJP ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ ഒക്കെ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ബീഫ് ബിരിയാണിയുടെ രംഗം കട്ട് ചെയ്ത് സിനിമയില്. അപ്പം ആ സമയത്തൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്തായാലും ബീഫ് ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ഫെസ്റ്റിവൽ അതിന്റെയൊക്കെ ഒരു വലിയ മേളം തന്നെ കേരളത്തിൽ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ബീഫ് ഒരു രാഷ്ട്രീയമാകും. മാത്രമല്ല കേരള സ്റ്റോറി ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ BJPക്കെതിരെ അല്ലെങ്കിൽ RSSനെതിരെ നല്ലൊരു രാഷ്ട്രീയ സമരം നടത്തേണ്ട, രാഷ്ട്രീയ മുന്നേറ്റം നടത്തേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങൾ എത്ര എണ്ണം കിട്ടിയിട്ടും ഈ ഇടതുപക്ഷം അത്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്? സമീപകാലത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഒരു ശക്തമായ ഒരു വിഷയം? അല്ല, അത് ഈ ഇപ്പോൾ കേന്ദ്ര അവഗണന എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ. പണ്ടൊക്കെ എത്രത്തോളം വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് എന്ത് സമരം നടത്തിയിട്ടുണ്ട്? അതാ കഴിഞ്ഞു, ആ മാർച്ചോട് കൂടി കഴിഞ്ഞു. കേസിന് പോകുന്നു, നിയമപരമായി ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഒരു ലൈൻ. അല്ലാതെ അവർ തന്നെ ഭരിക്കുന്നു, ഇവിടെ സമരം ചെയ്തിട്ട് എന്ത് കാര്യം? ഇവിടെ അല്ലെങ്കിൽ ലോക് ഭവൻ വരെ ഒരു മാർച്ച്. എനിക്ക് തോന്നുന്നത് PM ശ്രീയിൽ എന്തൊക്കെയോ വിട്ടുവീഴ്ച ചെയ്തു എന്നൊക്കെ ഒരു പൊതുസമൂഹത്തിനിടയിൽ ഭേദഗതി നിയമം അതുപോലുള്ള ഒരു വൈകാരിക വിഷയം അല്ല ഈ പറഞ്ഞ ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ ഈ ഇതൊരു വൈകാരിക വിഷയമാണ്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ ഇപ്പൊ ഇന്ന് തന്നെ SFI എവിടെയോ ഫെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതിനെതിരെ MSF, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം MSFൽ നിന്ന് വന്നു. സാധാരണ നമ്മൾ പിന്നെ ലീഗും അതുപോലുള്ള MSFന്റെ അല്ലെങ്കിൽ ലീഗിന്റെ പോഷക സംഘടനകൾ ഇതിനെ അനുകൂലിക്കേണ്ടതാണല്ലോ. പക്ഷേ SFIയുടെ സമരം അതിൽ കടന്നു പോയി. വെറുതെ നമ്മൾ ഹിന്ദുക്കളെ ഒക്കെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. MSFന്റെ പ്രതിഷേധത്തിലൂടെ വന്നത് മുസ്ലിം ലീഗിന്റെ ഒരു സ്വരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2015 ഇതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. ബീഫിനെതിരെ കേരളത്തിൽ ബീഫ് കഴിക്കുന്നവരാണ് എന്ന് പറയുന്ന രീതിയിൽ വലിയ പ്രചരണം വന്നു. അതിനെതിരെ കേരളത്തിൽ വലിയ പ്രതിരോധമുണ്ടായി. DYFIയും SFIയും CPM ഒക്കെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയൊക്കെ ചെയ്തു. അത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇപ്പുറത്തേക്ക് വരുന്നതിന് അത് പിന്നെ 2016 ഒക്കെ ഗുണം ചെയ്തു. അത്തരം ഒരു രാഷ്ട്രീയ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ MSF. ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഇന്നലെ ശോഭാ സുരേന്ദ്രൻ കുറച്ച് ബുദ്ധിയും ഇവരുള്ളത് കൊണ്ടായിരിക്കും ഞാൻ അത് കണ്ടില്ല. കേരള സ്റ്റോറിയുടെ ട്രെയിലർ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാനില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. അവരതിന് മറുപടി പറയാൻ നിന്നില്ല. ആ ഒരു കാര്യമുണ്ട് കേട്ടോ. ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും BJP. ഈ വിഷയം ഇപ്പോൾ പിടിക്കേണ്ടതിന്റെ കാരണം ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി വെച്ചിട്ട് ഒരു അറ്റാക്ക് അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ UDF പോയിന്റിലൊരു അറ്റാക്ക് CPMന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഇപ്പുറത്തേക്ക് ഒരു സമരം കൂടി CPM നടത്തുകയാണെങ്കിൽ CPMന് എപ്പോഴും എനർജി നൽകുന്നത് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ എപ്പോൾ ശക്തമായ സ്ട്രോങ് ആയ നിലപാടെടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെയും ഇടതുപക്ഷത്തിന് അതിന്റെ മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാലൻസ് തെറ്റിപ്പോകും. ജമാഅത്തെ ഇസ്ലാമി എന്ന് മാത്രമല്ല, മതരാഷ്ട്രവാദത്തെയാണ് കൃത്യമായി എതിർക്കുന്നത്. മതരാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ അതിനകത്ത് ഈ ബാലൻസ് അല്ലെങ്കിൽ തുലനം പാലിക്കണം എന്നുള്ളത് ഇന്ന് വരെ കണ്ടല്ലാത്ത CPM അങ്ങനെ കാണിക്കുന്നത്. രണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ബാലൻസ് കെ നായർ സ്വാഭാവികമായിട്ട് എനിക്ക് വേറെ കാര്യം, ബീഫ് എന്നൊക്കെ പറഞ്ഞ വൈകാരികമായ പ്രശ്നമാണ്. അത് ബീഫ് സ്ഥിരമായി കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിനകത്ത് പറ്റിയില്ലെങ്കിൽ ഉള്ളിക്കറിയിലും കഴിക്കണം. അത് സ്വാഭാവികമായിട്ടും ശ്രമിക്കുന്ന കാര്യമാണ്. അപ്പം ബീഫിനെ കുറിച്ച് കേരളവും ബീഫും തമ്മിലുള്ള ഈ ആത്മബന്ധം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആരോ ആണ് ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം
വളരെ കറക്റ്റ് ആണ് കേട്ടോ. വെറുതെ കൊടുത്താൽ പിന്നെ അതിന് കൂടെ കൊണ്ട് പൊറോട്ട കൊടുക്കാനൊക്കെ അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആളുകളെ ബലം പ്രയോഗിച്ച് ഇപ്പം അതിന്റെ ഒരു സജഷൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളായിട്ട് വരുന്നവർ പോലും ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധരിക്കാം, അത് നമ്മുടെ ഇക്കോണമിയെ ആ രീതിയിൽ ബാധിക്കാം. ഭാഗത്തിന് ദേശീയ പുരസ്കാരമാണ് കിട്ടിയത്. അല്ല, ഇതൊക്കെ ആകുമ്പോഴും ഇന്ത്യ ബീഫ് കയറ്റുമതിയിൽ ഏതാണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. UP നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി. ബീഫ് കയറ്റുമതിക്കാരായ പ്രധാന വ്യാപാരികളെല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ള കാര്യമാണ് മറ്റൊന്ന്. ഒമാനുമായിട്ട് ഹലാൽ ബീഫ് കയറ്റിയേക്കുന്ന കാര്യത്തിൽ കരാറുണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. അതുകൂടി നമ്മൾ ഇതിന്റെ കൂടെ കാണണം എന്ന്. ഇത് പക്ഷേ കേരളത്തെ കുറ്റപ്പെടുത്തുന്നതിന്, കേരളത്തിന്റെ ഇമേജ് മോശമാക്കുന്നതിന്, പല കാര്യങ്ങളിലും നമ്പർ 1 ആയി നിൽക്കുന്ന സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ക്ലിയർ ആണ്. പക്ഷേ അതിന്റെ ഇത് ആ രാഷ്ട്രീയ അജണ്ട തന്നെയാണ്, അത് തർക്കവും. ഈ സിനിമയൊക്കെ സെൻസറിങ്ങിന് വരുമ്പോൾ സെൻസർമാരായിരുന്നു ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അല്ല, ജനനായകൻ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല, വിജയുടെ സിനിമ വെളിച്ചം കണ്ടിട്ടില്ല, അങ്ങനെ എന്തൊക്കെ സംഭവിച്ചു. പക്ഷെ ഇതിനൊക്കെ വളരെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ചർച്ചയാവുന്നു.